നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കി LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. 64,827 വോട്ടുകളാണ് പ്രദീപിന് ലഭിച്ചത്. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ കിളിക്കൊഞ്ചൽ 2024 അങ്കണവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അങ്കണവാടി കുട്ടികളിൽ നിന്ന് നറുക്കിട്ടെടുത്ത ഹർദിക് KS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലവറ നിറയ്ക്കലും അടുക്കളയിൽ പാലുകാച്ചൽ ചടങ്ങും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി കലവറ നിറയ്ക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPIM കോടന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം C രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കി LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. 64,827 വോട്ടുകളാണ് പ്രദീപിന് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ 33,609 വോട്ടുകളും നേടി. മുൻ തിരഞ്ഞെടുപ്പിൽ നിന്നും 9,564 വോട്ടുകൾ BJP അധികമായി നേടി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 52,626 വോട്ടുകളാണ് നേടിയത്. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച PV അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീർ 3,920 വോട്ടുകളും നേടി. ചേലക്കരയെന്നും LDFന് ചേർത്ത് പിടിച്ച മണ്ഡലമെന്ന് UR പ്രദീപ് വിജയ പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചു. LDFനെതിരെ വലിയ നുണപ്രചരണങ്ങളാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ചിലർ നടത്തിയിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ വലിയ ഭൂരിപക്ഷം നൽകി ജനം LDFനോടൊപ്പം അണിനിരുന്നതായും സാധാരണക്കാരന് വേണ്ടി ഇടത് സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് വിജയത്തിലേക്ക് നയിച്ചതെന്നും UR പ്രദീപ് കൂട്ടിച്ചേർത്തു. അതേസമയം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നതായും ഉന്നത നേതാക്കളും പ്രവർത്തകരുമെല്ലാം മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് LDFന്റെ ഭൂരിപക്ഷം മുൻപത്തെ തിരഞ്ഞെടുപ്പിനേക്കാൾ കുറയ്ക്കാൻ സാധിച്ചു UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. ഇനിയുള്ള പൊതുപ്രവർത്തനത്തിലും UDFന്റെ പ്രവർത്തകയായി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ കിളിക്കൊഞ്ചൽ 2024 അങ്കണവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അങ്കണവാടി കുട്ടികളിൽ നിന്നും നറുക്കിട്ടെടുത്ത ഹർദിക് KS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റോസ്മേരി അബേഷ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. നിറം കൊടുക്കാം, ആംഗ്യപ്പാട്ട്, കളിക്കാം, രസിക്കാം എന്നീ പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്കായി കിളിക്കൊഞ്ചൽ 2024 ഒരുക്കിയത്. തുടർന്ന് വിദ്യാലയത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ കിളിക്കൊഞ്ചൽ ഫെസ്റ്റിന്റെ സമ്മാനദാനം നിർവഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർമാരായ സുബിത സുഭാഷ്, സ്മിനു മുകേഷ്, MPTA പ്രസിഡന്റ് സുമിത സുരേഷ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് TK ശ്രീജ, സീനിയർ ടീച്ചർ ഷീജ CA എന്നിവർ സംസാരിച്ചു. കുറയാറുണ്ടെങ്കിലും ഇപ്പോൾ ഓരോ വർഷവും 4 വർഷമായി നമ്മുടെ സ്കൂളിൻ്റെ പരിശോധിച്ചാൽ ഓരോ വർഷവും കൂടുതൽ കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. അതിന്റെ കാരണം നമ്മുടെ സ്കൂളിന്റെ ഈ മികവ് തന്നെയാണ്. പഠിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഫലമായിട്ടാണ്. ഇപ്പം നമ്മൾക്ക് രാവിലെ നമ്മുടെ പ്രഭാത ഭക്ഷണം ഞങ്ങൾ വന്നതിന് ശേഷം കൊടുത്ത കുട്ടികൾക്ക് നമ്മൾ നൽകുന്നത്. അതുപോലെ പഞ്ചായത്ത് എത്തുന്നു. ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കാണുന്നത് എല്ലാ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ സ്കൂളിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ചേർപ്പ് സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലവറ നിറയ്ക്കലും അടുക്കളയിൽ പാലുകാച്ചൽ ചടങ്ങും നടന്നു.
ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി കലവറ നിറയ്ക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ശേഖരിച്ച പച്ചക്കറികൾ കൊണ്ടാണ് കലവറ നിറയ്ക്കൽ നടന്നത്. ഫുഡ് കമ്മിറ്റി ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസീന അക്ബർ, AEO സുനിൽ കുമാർ, ജെയിംസ് മാഷ്, അനിത, ജനറൽ കൺവീനർ ജാഫർ സാദിഖ്, PTA പ്രസിഡന്റ് അലക്സി MS, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, OSA പ്രസിഡന്റ് ബീന രവീന്ദ്രൻ, അധ്യാപകരായ അരുൺ, ബിജു, ഹേമ പ്രകാശൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM കോടന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം C. രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംവിധാനം ജനകീയമായി ചിട്ടപ്പെടുത്തുന്ന ഒരു വലിയ ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സമൂഹത്തിൽ എത്ര കണ്ട് ഉണ്ട് എന്ന് പരിശോധിച്ചാൽ ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും. ഒരു സമൂഹം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് ആ സമൂഹത്തിലുള്ള എല്ലാവർക്കും സ്പന്ദനങ്ങളിലൂടെ അറിയാം. ചില സമൂഹം വളരെ വർഗീയമായി ചിന്തിക്കുന്ന സമൂഹങ്ങളുണ്ട്, കമ്പോളപരമായി ചിന്തിക്കുന്ന സമൂഹങ്ങളുണ്ട്, മൗലികമായി ചിന്തിക്കുന്ന സമൂഹങ്ങളുണ്ട്, പുരോഗമനപരമായി ചിന്തിക്കുന്ന സമൂഹങ്ങളുണ്ട്, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന സമൂഹങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സമൂഹങ്ങൾ നമ്മുടെ രാജ്യത്ത് കാണാം. നമ്മുടെ ഓരോ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന സമൂഹങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വാധീനം എത്ര കണ്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും. ഒരു സമൂഹം മതനിരപേക്ഷമാണ്, കോടന്നൂർ സമൂഹം മതനിരപേക്ഷമാണ്. അത് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. ലോകത്തൊരു രാജ്യത്തും പറയാൻ പറ്റാത്ത വിധം ഒരു പ്രദേശത്ത് ഒരു സമൂഹം, ആ ആവാസ വ്യവസ്ഥയിലെ സമൂഹം മതനിരപേക്ഷമാണ്, മൂല്യാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന് ഇതിലും വലിയ അഭിമാനം വേറെ ഒന്നുമില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ, സ്റ്റെയ്നി ചാക്കോ, CPM ഏരിയ കമ്മിറ്റി അംഗം മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, CU ഉദയൻ, സുനിത പ്രദീപ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷോർട്ട് ഫിലിം ശില്പശാല സംഘടിപ്പിച്ചു. CNN ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അജോഷ് KB ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചേതന കോളേജ് ജേർണലിസം ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ മായ NS ആമുഖ പ്രഭാഷണം നടത്തി. CNN ഹയർ സെക്കൻഡറി സ്കൂൾ ഫിലിം ക്ലബ്ബും CRM ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് സഹകരിച്ചാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. തിരക്കഥാരചന, ചിത്രീകരണം, എഡിറ്റിംഗ്, സംവിധാനം എന്നിവ ശില്പശാലയിൽ പരിശീലിപ്പിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ദിനേശ് ചന്ദ്രൻ, ശ്രീകാന്ത് K എന്നിവർ ക്ലാസുകൾ നയിച്ചു. CNN ഹയർ സെക്കൻഡറി സ്കൂൾ ഫിലിം ക്ലബ് കോർഡിനേറ്റർ അഞ്ജലി M, സ്റ്റുഡന്റ് കൺവീനർ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്ററിന് സോളാർ സംവിധാനം, ഡയാലിസിസ് മെഷീനുകൾ എന്നിവ സമർപ്പിക്കും. ഇതോടൊപ്പം സൗജന്യ ആരോഗ്യ പരിശോധന ക്യാമ്പും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും മണപ്പുറം മാനേജർ ട്രസ്റ്റി VP നന്ദകുമാർ നിർവഹിക്കും. TCPA കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഗുണൻ കോട്ടേക്കാട് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിക്കും. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D. ദാസ് പദ്ധതി വിശദീകരിക്കും. മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 30 kVH ഗ്രിഡ് സോളാർ പവർ ജനറേറ്റിംഗ് സിസ്റ്റം, 3 നിപ്രോ ഡയാലിസിസ് മെഷീനുകൾ എന്നിവ സമർപ്പിക്കും. TGPAയുടെ അഭിമാനോജ്വലമായ പ്രവർത്തന നേട്ടങ്ങളും ഉത്കൃഷ്ടമായ സാഹിത്യ കൃതികളാലും സമ്പന്നമായ 17ാമത് സുവനിയറിന്റെ പ്രകാശനം ചടങ്ങിൽ നടക്കും. ഇതോടൊപ്പം സൗജന്യ ജനറൽ മെഡിസിനും നേത്ര പരിശോധന ക്യാമ്പും നടക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട്, പതി പറമ്പത്ത് അബ്ദുൾ റഹ്മാൻ,
മേനോത്ത് പറമ്പ് രാമരാജൻ, മേനോത്ത് പറമ്പിൽ ബാബുരാജൻ, വേണുഗോപാൽ മേനോൻ, പെരിങ്ങോട്ടുകര ഡയാലിസിസ് സെന്റർ നെഫ്രോളജിസ്റ്റ് വിനോദ് ബാബുരാജ് എന്നിവർ മുഖ്യ സാന്നിധ്യം വഹിക്കും. കഴിഞ്ഞ 10 വർഷമായി പരിപൂർണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുത്തുവരുന്ന സ്ഥാപനമാണ് പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്റർ. ഇതുവരെ കിഡ്നി രോഗികൾക്ക് 12 മെഷീനുകളിലായി 50,000-ഓളം ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞു. പൊതുജന ആരോഗ്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സമൂഹ നന്മ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്റർ. വാർത്താ സമ്മേളനത്തിൽ സുഡൻ കോട്ടേക്കാട്ട്, ജോർജ് ഡി ദാസ്, ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, റെജി തൈപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. തൃശൂർ ആമ്പല്ലൂർ ദേശീയപാതയിൽ ആമ്പല്ലൂരിൽ സിഗ്നലിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 4 കാറുകളും ഒരു ടെമ്പോയുമാണ് കൂട്ടിയിടിച്ചത്. ആർക്കും പരിക്കില്ല. രാവിലെ 8:15 അപകടം. സിഗ്നലിൽ നിർത്തിയ ഒരു കാറിനു പുറകിൽ മറ്റു 3 കാറുകളും ടെമ്പോയും കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. തളിക്കുളത്ത് വീട്ടിൽ നിന്നും 5 പവൻ സ്വർണം മോഷണം പോയ കേസിൽ വീട്ടിൽ വന്നിരുന്ന ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശി 35 വയസ്സുള്ള ഫൗസിയെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഭരണം പണയം വെച്ച സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. SHO രമേശിന്റെ നേതൃത്വത്തിൽ SI എബിൻ, ഗ്രേഡ് SI റംല, CPO സനില എന്നിവരുടെ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ ഡിസംബർ 13-ന് തൃക്കാർത്തിക മഹോത്സവം നടക്കും. ദേവിക്ക് വിശേഷാൽ പൂജകൾ, നിവേദ്യങ്ങൾ എന്നിവ ഉണ്ടാകും. മുൻ വർഷങ്ങളിലെ പോലെ സ്തംഭത്തിൽ ദീപം തെളിയിക്കൽ ചടങ്ങും നടക്കും. കൂടാതെ അന്നസമൃദ്ധിക്ക് വേണ്ടി ഒരു മുറി നാളികേരവും ഐശ്വര്യ സമൃദ്ധിക്കായി ഒരു നാണയവും ദേവി പ്രസാദമായി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9746277702 അല്ലെങ്കിൽ 0487227702 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കി LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. 64,827 വോട്ടുകളാണ് പ്രദീപിന് ലഭിച്ചത്. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ കിളിക്കൊഞ്ചൽ 2024 അങ്കണവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അങ്കണവാടി കുട്ടികളിൽ നിന്ന് നറുക്കിട്ടെടുത്ത ഹർദിക് KS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലവറ നിറയ്ക്കലും അടുക്കളയിൽ പാലുകാച്ചൽ ചടങ്ങും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി കലവറ നിറയ്ക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPIM കോടന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം C രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.